ഹലോ വ്യൂവേഴ്സ്, നമുക്കിന്ന് വിഷു സ്പെഷ്യലായിട്ട് വൻപയറും മത്തങ്ങയും കൂടി ഓലൻ എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൻപയർ, 2 കൈപ്പിടി വൻപയർ ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്ത് വെച്ചതാണിത്. പിന്നെ അതിലേക്ക് വേണ്ടത് പച്ച മത്തങ്ങ വേണം കേട്ടോ. കാരണം ഇതേമാതിരത്തെ ഓലൻ വയ്ക്കാൻ എപ്പോഴും ഇതേമാതിരത്തെ മത്തങ്ങയാണ് വേണ്ടത്, അല്ല പഴുത്ത മത്തങ്ങയല്ല, ഇതേമാതിരത്തെ മത്തങ്ങയാണ് വേണ്ടത്. അതിന് ഹലോ വ്യൂവേഴ്സ്, ഞാൻ വന്നിരിക്കുന്ന വിഷു സ്പെഷ്യലായിട്ട് മത്തങ്ങയും പയറും കൂടിയിട്ടുള്ള ഓലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 കൈപ്പിടി വൻപയർ വെള്ളത്തിൽ ഒരു 4 മണിക്കൂർ കുതിർത്തെടുത്ത് വെച്ചതാണിത്. പിന്നെ അതിലേക്ക് വേണ്ടത് മത്തങ്ങ, ചെറിയൊരു കഷ്ണം മത്തങ്ങ ഇതേമാതിരി കനമില്ലാതെ ഇതേമാതിരി നുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ മത്തങ്ങ ഓലിനെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേമാതിരത്തെ മത്തങ്ങ വേണം എടുക്കാനായിട്ട്. മൂത്ത മത്തങ്ങ എല്ലാം ഇതേമാതിരത്തെ മത്തങ്ങയാണ് നമ്മൾ എടുക്കുക. അതിന് ചെറിയൊരു കഷ്ണം മത്തങ്ങ നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് വേണം, പിന്നെ പച്ചമുളക് വേണം, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വേണം. ഇത്ര സാധനമാണ് നമ്മുടെ ഈ ഓലൻ വയ്ക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ വൻപയർ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 വിസിൽ വരട്ടെ. ഒരു 3 വിസിൽ വന്നു. നമ്മുടെ പയർ വെന്തോന്ന് നോക്കാം. പയർ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് ഈ മത്തങ്ങ ഇതേമാതിരി നുറുക്കിയെടുത്ത മത്തങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഈ മത്തങ്ങ ഒന്ന് വേകട്ടെ. നമുക്കിനി മത്തങ്ങ ഒന്ന് വെന്തോന്നൊന്ന് നോക്കാം. മത്തങ്ങയെല്ലാം വെന്ത് കഴിഞ്ഞു. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.